സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കണ്ടൊരു കാര്യമുണ്ട്. അതായത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ജനവിധി എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന വലിയ മാറ്റങ്ങളും കേരളത്തിലെ രാഷ്ട്രീയവും ഒക്കെ നമ്മളെല്ലാവരും കണ്ടു. പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങൾ തന്നെ ഇടതുപക്ഷം എന്ന് പറയുന്ന സർക്കാരിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അല്ലേ. എന്തുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവാം. ഞാനത് ഉള്ള കാര്യം തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വയനാട് വിഷയങ്ങളുണ്ടായ സമയത്ത് വയനാട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ടുള്ള വയനാട് ചൂരൽമലയിലെ ദുരന്തം അല്ലേ, ആ ദുരന്തത്തിൽ നമ്മൾ ലോകം കണ്ടതിലെന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല, കേരളം കണ്ടതിൽ വെച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഏറ്റവും വലിയ ദുരന്തത്തിൽ ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിയുകയും അവരുടെയൊക്കെ ബന്ധുമിത്രാദികൾക്കും ഉറ്റവർക്കും മുടിയവർക്കും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ അവിടെ സമീപിച്ച അല്ലെങ്കിൽ അവർ സ്വീകരിച്ചൊരു നിലപാട്, ആ നിലപാട് എന്തായിരുന്നു? അവിടെയുള്ള ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഒരു ടൗൺഷിപ്പ് ഒരുക്കി കൊടുക്കുക. മരിച്ച ഓരോ ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ഓരോ വീട് എന്നതിനേക്കാൾ അപ്പുറം അവരെ എല്ലാവരെയും ഒരുമിച്ചൊരു ടൗൺഷിപ്പ് എന്നൊരു പേര് കൊടുത്തുകൊണ്ട് ഒരു വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്തി അവിടെ വലിയ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട്. ആ ഒരു ഇടതുപക്ഷം അവർക്ക് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനെ കൈവെടിഞ്ഞു അല്ലെ കൈയൊഴിഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ്, അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ടി സിദ്ദിഖ് എന്ന് പറയുന്നൊരു മന്ത്രി, ടി സിദ്ദിഖ് വയനാട്ടിലെ ചൂരൽമലയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് സൗകര്യങ്ങളാണ് അല്ലെ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്? അവിടെ ഉണ്ടായിരുന്ന ആ ശ്രുതി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ പറ്റി നമുക്കറിയാം അല്ലേ. ഈ ഒരു വിഷയങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടൊരു വാർത്തയാണ്. ഇപ്പോൾ കൊങ്ങികളെല്ലാം പറയുന്നത് അതൊക്കെ PR വർക്ക് ചെയ്ത് ശ്രുതി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ കൊണ്ട് വെറുതെ പറയിപ്പിച്ചതാണ്. ശരിക്കും അങ്ങനെ ഒരു സംഭവങ്ങളെ അവിടെ ഇല്ല. ടി സിദ്ദിഖ് നല്ല കാര്യങ്ങളാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ കൊങ്ങികളുടെ ചാനലുകളായിട്ടുള്ള മാതൃഭൂമി അടക്കമുള്ള ഈ ചാനലുകൾ കണ്ടുകൊണ്ടിരുന്ന് മാത്രം പറയുന്ന ആളുകളാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതായത് ടി സിദ്ദിഖ് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? കുനിഞ്ഞൊന്ന് പ്ലാവില പോലും എടുത്ത് കളയാനായിട്ട് പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം വാസ്തവമാണ്, അല്ലെങ്കിൽ സത്യമായിട്ട് കാര്യം തന്നെയാണ്. നമുക്കറിയാം, ടൗൺഷിപ്പ് പദ്ധതിക്കിടയിൽ ആ ഒരു ടൗൺഷിപ്പിൻ്റെ ആ ഒരു ഇനോഗ്രേഷൻ സമയത്ത് ഈ ടി സിദ്ദിഖ് അടക്കമുള്ള ഒരുപാട് ആളുകൾ അവിടെ വരികയുണ്ടായി. അങ്ങനെ വരുമ്പോൾ ടി സിദ്ദിഖിനെ ജനങ്ങൾ സ്വീകരിച്ച രീതി എങ്ങനെയാണ്? കൂകി വിളിച്ചുകൊണ്ടാണ് ടി സിദ്ദിഖിനെ സ്വീകരിച്ചതല്ല, അവഹേളിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത് അല്ലേ. സ്വീകരണത്തിനപ്പുറം അവഹേളനം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ അവിടെ കണ്ടു. അതേ സെയിം ടൈമിൽ നമ്മുടെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജൻ ആ ഒരു വേദിയിലേക്ക് വരുമ്പോൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ആ നാട്ടിലെ എല്ലാ ജനങ്ങളും ഓടിക്കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആനന്ദാശ്രു പൊഴിക്കുന്ന അല്ലെ അവരുടെ സന്തോഷം കൊണ്ടുള്ള കണ്ണ് നിറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ എല്ലാവരുടെയും മനസ്സെല്ലാം നിറഞ്ഞൊരു കാഴ്ച തന്നെയായിരുന്നു അത്. എന്നിട്ടും എന്ത് പറ്റി? ടി സിദ്ദിഖ് അവിടെ വിജയിക്കാൻ കാരണമായിരിക്കുന്നു. അല്ലെ കൽപ്പറ്റ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വയനാട് റീജിയനിൽ എന്തുകൊണ്ട് ടി സിദ്ദിഖിന് ഇത്രയധികം വിജയമുണ്ടായി? നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഈ പറയുന്ന ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അവിടെ എന്തൊക്കെ അട്ടിമറികൾ നടന്നിട്ടുണ്ട്, അവിടെ എന്തൊക്കെ കളികൾ നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും വ്യക്തമായിട്ടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾ തന്നെ, അതായത് ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ചേർത്ത് പിടിച്ച ജനങ്ങൾ തന്നെ ഇടതുപക്ഷ സർക്കാരിനെ ചതിച്ചിരിക്കുകയാണ്. അത് കേരളത്തിലെ ഒന്നടങ്കം ജനതയെ അല്ല കേരളത്തിലെ ജനങ്ങൾ തന്നെ ഇടതുപക്ഷത്തിനെ ചതിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും പിണറായി വിജയനെ ചതിക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും എല്ലാം ഈ മണ്ണിൽ നിന്ന് വേരോടെ പിഴുതെറിയുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അതിൽ BJPയും അതേപോലെ തന്നെ UDFും ഒരുമിച്ച് കളിച്ച കളി തന്നെയാണ് ഇതെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നമ്മളെല്ലാവരും പല സമയങ്ങളായിട്ട് കണ്ടിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഈ ഒരു ഒത്തുകളിയിൽ കൂടി ഇവർ വിജയിച്ച് വരുമ്പോൾ ഇവർ മുന്നിലേക്ക് വെക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാകുമോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് എന്തായാലും കണ്ടറിയണം. അപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് ഇലക്ഷനൊക്കെ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആവുന്നതിന് സമയത്ത് തന്നെ മാർച്ചിലൊക്കെ ആയിട്ട് കുറേ അധികം മാധ്യമങ്ങളിൽ കുറേ റിപ്പോർട്ടുകൾ വരികയുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടൊരു വാർത്തയാണ്, ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ PR അല്ല കണക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം അവർ പറയുന്നുണ്ട്. അതിലവർ പറയുന്നത് മികച്ച ആരോഗ്യ മേഖല, മികച്ച വിദ്യാഭ്യാസ രംഗം, അങ്ങനെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഒരുക്കി കൊടുത്തിട്ടുള്ള സർക്കാർ തന്നെയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന ഒരു വാർത്താ സമ്മേളനമാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അത് കണ്ടിട്ട് ഞാൻ അരുൺകുമാർ എന്താണ് പറയുന്നതെന്നുള്ളൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. 10 വർഷത്തിന് മുമ്പ് ഏറ്റവും അധികം തകർന്ന സിസ്റ്റങ്ങളിൽ ഒന്നായിരുന്നു ആരോഗ്യം, പൊതുഗതാഗതം, വൈദ്യുതി, ഇവയൊക്കെ പൊതുമരാമത്ത് വകുപ്പ്, ഈ പറയുന്ന പോലെ ഈ വകുപ്പ്. അപ്പൊ ഞാൻ പറയുകയാണ്, അതിനെയൊക്കെ അതിജീവിച്ച ഒരു സിസ്റ്റം ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 99% മരണനിരക്ക് ഉള്ള ഒരു കാര്യമായിരുന്നു അത്. അതിനെ 24% കുറച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇത് PR ഒന്നുമല്ല, ഇത് കണക്കാണ്. ഇത് നമ്മൾക്ക് ആ
എല്ലാ സൈറ്റുകളിലും പൊതുമണ്ഡലത്തിൽ തന്നെ ഉള്ള കണക്കുകളാണ്. മറ്റൊന്ന്, നാഷണൽ ക്വാളിറ്റി അൻഷുറൻസ് സ്റ്റാൻഡേർഡ് ഉള്ള 275 ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 275 എന്നുള്ളത് ഒരു 14 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു ജില്ലയിൽ 15 മുകളിലുണ്ടാവാം അല്ലേ? അപ്പോൾ അത്രയും വിശ്വസ്തമായ ചില സ്ഥാപനങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പോലുള്ള വളരെ സങ്കീർണമായ കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വേള അവിശ്വസനീയമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവയവമാറ്റത്തിനായി മാത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ പദ്ധതിയാണ് അതൊക്കെ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം നമ്മുടെയാ. അത് ഈ പറയുന്ന പോലെ നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ സൈറ്റിൽ പോയി നോക്കിയാൽ തന്നെ അതിനുള്ളിലുണ്ട്. ഇതൊക്കെ ആർക്കും വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഏറെക്കുറെ ഒരു 30 ലക്ഷം പേർക്കാണ് കഴിഞ്ഞ 4 വർഷ കാലയളവിൽ സൗജന്യ ചികിത്സ നൽകിയത്. അതൊക്കെ 7000 കോടിയോളം ചിലവാകുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഇത് അവകാശമാണെന്നൊക്കെ നമുക്ക് പറയാം. അതിലേക്ക് ഞാൻ വരാം. കേരളത്തിന്റെ സാമൂഹിക അധിഷ്ഠിത സാന്ത്വന പരിചരണം ഹിമാചൽ പ്രദേശ് പോലും മാതൃകയാക്കിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് ഈ പറയുന്നത് പോലെ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ എന്തോ ഔദാര്യമല്ല, ഇതൊരു അവകാശമാണ് എന്നാണ് ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം സാധാരണഗതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ്, ഈ അവകാശങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് കിട്ടിയിരുന്നു എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ അവകാശങ്ങളിൽ പലതും ആ സമയത്ത് കിട്ടിയിരുന്നില്ല. ഇത് അവകാശമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ അവകാശങ്ങൾ എത്തിക്കാൻ ഒരു സിസ്റ്റം ഇവിടെ വേണ്ടേ? ആ സിസ്റ്റത്തിലൂടെയാണല്ലോ ഇത് സാധ്യമാകുന്നത്. അപ്പോ അങ്ങനെ ഡെലിവർ ചെയ്യാൻ ഒരാളോ ഒരു സംഗതിയോ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ പരിശോധിക്കേണ്ടത്. PS ശിവകുമാറിന്റെ കാലത്താണ് സ്വാഭാവികമായി നമ്മൾ ആ ഘട്ടത്തിലേക്ക് പോവുക. എന്തിന്? ഏറ്റവും ചെറിയ കാര്യം, ലാബുകൾ പോലും, ഒരു രക്തം പരിശോധിക്കുന്ന ലാബുകൾ പോലും 250 എണ്ണം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നുപോലും സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഡയാലിസിസ് യൂണിറ്റുകൾ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ 12 എണ്ണമോ 15 എണ്ണമോ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 125 ഉയർത്തി ഓരോ ദിവസവും 3000-ഓളം പേർ നമ്മുടെ സംസ്ഥാനത്ത് ഡയാലിസിസ് ഒക്കെ ചെയ്യണം. അതൊക്കെ ഡയാലിസിസ് ഒരു വൃക്ക സംബന്ധമായ അസുഖം ഉള്ള ഒരു രോഗി വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെ അവരുടെ കുടുംബവും ഫിനാൻഷ്യലിയും അങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് നമ്മളിവിടെ സൗജന്യമായും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള APL വിഭാഗക്കാർക്കാണെങ്കിലും മറ്റ് ഉപാധികൾ വെച്ചുകൊണ്ട് അതിനെ കൃത്യമായി നിഷ്കർഷിച്ചുകൊണ്ടുള്ള ചികിത്സ ഇവിടെ ലഭ്യമാക്കി വരുന്നത്. കണ്ടില്ലേ, വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ ഒരു അവതാരിക വന്നിരുന്ന് പറയുന്നത്. ഇതൊരു കൈരളി TV പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്മികളുടെ ചാനലായതുകൊണ്ട് തന്നെ കമ്മികൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും മെഴുകും. ഇത് ശരിക്കും ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലാണ്. അവരെല്ലായ്പ്പോഴും സ്വതന്ത്രമായിട്ട് തന്നെയാണ് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതും പറയുന്നതുമൊക്കെയും. അപ്പോൾ അങ്ങനെ ഒരു ചാനലിൽ അവർ വന്നൊരു കാര്യം പറയുമ്പോൾ ആരോഗ്യമേഖല ആയിക്കോട്ടെ, പൊതുഗതാഗതമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിച്ചൊരു പാർട്ടി തന്നെയാണ് ഇടതുപക്ഷം. കഴിഞ്ഞ 10 വർഷം ഈ നല്ല രീതിയിൽ തന്നെ നമുക്ക് പവർ കട്ട് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. അതേപോലെ തന്നെ എത്രയെത്ര കാര്യങ്ങളാണെന്നല്ലേ നമുക്ക് വേണ്ടി അവർ സമ്മാനിച്ചത്, അല്ലെ നമുക്ക് വേണ്ടി അവർ ഒരുക്കി തന്നത്. ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ ഔദാര്യമല്ല, സർക്കാരിൻ്റെ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ കിടന്ന് ഈ പറയുന്ന മെഴുകുമ്പോൾ, അല്ലെങ്കിൽ അവർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇവരെന്താണ് ഇതിന് മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ചോദ്യം ഈ പെൺകുട്ടി പറയുന്നത്, അല്ലെ ഈ ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നത് പോലെ ഞാനും ചോദിക്കുകയാണ്. ഈ 10 വർഷങ്ങൾക്ക് മുൻപ് ഈ സർക്കാർ ചെയ്യേണ്ട ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ട അവകാശങ്ങൾ, അല്ലെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ ചോദിക്കാം. ഇപ്പോൾ പിണറായി വിജയൻ സഖാവ് ഇറങ്ങിപ്പോകുമ്പോൾ, പടിയിറങ്ങി പോകുമ്പോൾ, തോറ്റിറങ്ങി പോകുമ്പോൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. തോറ്റിറങ്ങി പോകുമ്പോൾ, ജനങ്ങളുടെ മനസ്സുകളിൽ നിന്നൊക്കെ തോറ്റിറങ്ങി പോകുന്ന സമയത്ത് ആ ഒരു മനുഷ്യൻ അവിടെ 400 കോടി രൂപയോളം പൊതുഖജനാവിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്ത് UDFയിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ പൊതുഖജനാവിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ആട് കിടന്നിടത്ത് ആടിൻ്റെ പൂട പോലും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ ആക്കിയിട്ടായിരുന്നു അവരെല്ലാവരും പോയത്. എന്നാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അങ്ങനെ അഴിമതിയിൽ കൂടി ഉമ്മൻചാണ്ടി സർക്കാർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ നിന്ന് തന്നെ കുറേ ലാഭം കൊയ്ത കുറച്ച് കുങ്ങിക്കുട്ടന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതും നമുക്കൊരു വസ്തുത തന്നെയാണ്. അന്നൊന്നുമില്ലാത്തൊരു ഖജനാവിനെ ഇന്നെല്ലാം നിറച്ചു വെച്ചുകൊണ്ട് തന്നെ ഇറങ്ങുന്നതിന് മുൻപ് വരെയുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുൻപ് വരെയുള്ള മാസങ്ങളിലെ ഈ പറയുന്ന ദിനപത്തെ അടക്കമുള്ള, അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സൗകര്യങ്ങൾ, അവരുടെ പെൻഷൻ, എല്ലാ കാര്യങ്ങളും, വയനാട്ടിൽ മാത്രമല്ല എല്ലാ ആളുകൾക്കുള്ള പെൻഷനും കൃത്യമായിട്ട് എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് ചെയ്തതിന് ശേഷമാണ് പിണറായി വിജയൻ ആ ഒരു സ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിറങ്ങി പോകുന്നത്. ശരിക്കും കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് ഇവിടെ തോറ്റുപോയെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു പാർട്ടിയെ, എല്ലാ കാര്യത്തിനും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു ആളുകളെ എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട്
ഈ പറയുന്ന വയനാട്ടിലെ ജനങ്ങളടക്കം കേരളത്തിലെ എല്ലാ ജനങ്ങളും അവഗണിച്ചുകൊണ്ട് തന്നെ പുതിയൊരു പാർട്ടിയെ രൂപീകൃതമാക്കി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു പാർട്ടിക്ക് അവസരം കൊടുക്കുമ്പോൾ ഇനി എന്താണ് വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയണം അല്ലേ. അതായത് ഒന്നും ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും സന്തുഷ്ടരായനെ. നന്ദികേടെന്ന് പറയുന്നൊരു സാധനം, അത് KM മണി പോലെയുള്ള മന്ത്രി പറയുമ്പോൾ വലിയ വിവാദമാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. നന്ദികേട് നെറുകേടെന്നൊക്കെ പറയുന്നൊരു സാധനമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തു. വയനാട് തന്നെ ഞാൻ എന്തുകൊണ്ട് പിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിച്ചത് വയനാട്ട് വിഷയത്തിലാണ്. അപ്പോൾ ആ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇനി അത് വേണ്ട, വയനാട് വിഷയം മാറ്റി പിടിച്ചാൽ DYFI എന്ന് പറയുന്ന ഒരു സംഘടന അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതിച്ചോറെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. എല്ലാ ആശുപത്രികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയും എല്ലാ വീടുകളിൽ നിന്നും DYFI പൊതിച്ചോറുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ പൊതിച്ചോറുകൾ ആശുപത്രി വരാന്തകളിലിരിക്കുന്ന ആശുപത്രിയിലുള്ള ആളുകൾക്ക്, അവിടെ വരുന്ന രോഗികൾക്ക്, അവരുടെ കൂട്ടിരിപ്പുകാർക്ക് എല്ലാവർക്കും ഒരു ആശ്രയമായി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണെന്നറിയില്ല. ഇത്രയും കാലം ഈ 10 വർഷവും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ വീടുകളിൽ നിന്നും പൊതിച്ചോറ് കളക്ട് ചെയ്ത് അതാത് സ്ഥാനങ്ങളിൽ തന്നെ എത്തിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ എന്തിനു ചെയ്താണ്? ഒരു ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തതാണോ? ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ വരുന്ന ആ ഒരു മാസം മുൻപ്, അല്ലെ ആ ഒരു മാസങ്ങളിൽ മാത്രം ചെയ്താൽ മതി. ശരിക്കും ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ മാസവും എല്ലാ ദിവസവും അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനും പലപ്പോഴും ഈ ആഹാരം വാങ്ങി കഴിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ആളുകളും, കാശുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, DYFI കൊണ്ടിരുന്ന ആഹാരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇത്. ഞാൻ ചെറിയ 2 എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ള, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു സർക്കാർ, അല്ലെ തന്നിട്ടുള്ളൊരു സർക്കാർ, അത് നമ്മുടെ ഈ പറയുന്ന ഒരു ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇനി വരാൻ പോകുന്നവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇനി പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുമോ ഇല്ല എന്നുള്ളതൊക്കെയും നമുക്ക് പറഞ്ഞതുപോലെ തന്നെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വയനാട്ടിലെ ജനങ്ങൾ, അവർക്ക് സർക്കാർ നൽകിയ സ്നേഹം, അല്ലെ കേരളത്തിലെ ജനങ്ങൾക്ക് സർക്കാർ 10 വർഷം നൽകിയിരിക്കുന്ന സ്നേഹം, അതൊന്നും മനസ്സിലാക്കാതെ എവിടെയോ കിടക്കുന്ന കുറച്ച് ആളുകൾ എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്ത് ഞാൻ പറയുകയാണ്, ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ തെറ്റുപറ്റി എന്നുള്ളത് ഒരു ദിവസം അവർ റിയലൈസ് ചെയ്യും. അതിൻ്റെ വരും വരാഴികകൾ എന്തൊക്കെയാണെന്നുള്ളതും അവർ റിയലൈസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടാൻ പോകുന്നതെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു തരത്തിലും നല്ല ദിനങ്ങളല്ല കേരളത്തിന് ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനലിൽ ഒരു നിരീക്ഷകൻ കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ നിലയിലുള്ള എന്താണ് ഒരു കാഴ്ചപ്പാട് ഇവർക്ക് പലപ്പോഴും അവർ ലാക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം. കേരളം പോലുള്ളൊരു സ്റ്റേറ്റ് ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് 2 രീതിയിലുണ്ട്. ഒന്ന്, ഗ്ലോബൽ എക്കോണമിയിൽ തന്നെ ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസും ഓയിലിന്റെ പ്രൈസ് ഹൈക്കും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ട്. അത് ഇന്ത്യൻ എക്കോണമിയിൽ വളരെ ഗുരുതരമായിട്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഗ്യാസ് പ്രൈസിന്റെ കാര്യങ്ങള്, ഇൻഫ്ലേഷൻ വരുന്ന കാര്യങ്ങള്, അങ്ങനെ ഏത് ഫണ്ടമെന്റൽസ് എടുത്തു കഴിഞ്ഞിരുന്നാലും അത്ര ശുഭോദർക്കമായിട്ടുള്ള ഒരു ദിനങ്ങളല്ല വരാനിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് കേരളത്തിൽ ഈ ഒരു മാറ്റം വരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പെർസ്പെക്റ്റീവ് ഈ പറയുന്ന പല നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് കോൺഗ്രസ് എപ്പോഴും ഭരിക്കുമ്പോഴത്തേക്കും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ നിലയിലുള്ള എന്താണ് ഒരു കാഴ്ചപ്പാട് ഇവർക്ക് പലപ്പോഴും അവർ ലാക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം. അത് ബാക്കി പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ 10 വർഷമായിട്ട് അത് ഫങ്ഷൻ ചെയ്തിട്ടുള്ള ഒരു രീതി ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും പരിചിതമാണ്. ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്, സമയബന്ധിതമായിട്ട് ഓരോ പ്രൊജക്ടുകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് ഒരു പുതിയ ഗവേണൻസ് കൾച്ചർ ആ നിലയിൽ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രത്തോളം കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തിന് കഴിയും, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കഴിയും എന്നെല്ലാം ഉള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് നോക്കേണ്ട ഒരു കാര്യം. വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരു പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു നേതാവിന് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് എല്ലാ ആളുകൾക്കും ഇത്ര വെറുപ്പ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സൗമ്യമായിട്ടുള്ള രീതിയിൽ പറയുക എന്നതിനേക്കാൾ അപ്പുറം പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി എവിടെ വെച്ചും പറയുന്ന ഒരു കർക്കശക്കാരനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി, അല്ലെ കർക്കശക്കാരനായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ആളുകളും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ കണ്ടിട്ടുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്? അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൗമ്യമായിട്ട് അയാൾക്ക് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന പരിപാടികൾ ചെയ്യാം. അങ്ങനെ ചെയ്യാതെ അയാളുടെ മുഖം തന്നെ, അല്ലെ അയാളുടെ സ്വഭാവം തന്നെ അയാൾ
ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും സ്വാഭാവികമായിട്ടും വെറുപ്പുണ്ടായി. ആ വെറുപ്പിൽ നിന്ന് തന്നെയായിരിക്കണം ഒരു പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയെ തോൽപ്പിച്ച് കളയാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചത്, തീരുമാനമെടുത്തതും. പക്ഷേ അത് തെറ്റായി പോയി എന്ന് പറയുന്ന ഒരു ദിവസം എന്തായാലും എല്ലാവരുടെയും മുന്നിലേക്ക് തന്നെ വരും. അതിന് അദ്ദേഹം മരിക്കണമെന്നൊന്നുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം അറിയും. കാരണം അയാളായിരുന്നു ശരിയെന്ന് ഒരു ദിവസം കാലം തെളിയിക്കും. LDF മതിയായിരുന്നു, LDFിൻ്റെ ദിനങ്ങൾ മതിയായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും നല്ലതുപോലെ ചെയ്യാനും നല്ല കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കാനുമൊക്കെ ഇടതുപക്ഷം അല്ല വലതുപക്ഷത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. വലതുപക്ഷത്ത് ഇനി ഇരിക്കാൻ പോകുന്നത് ഈ പറയുന്ന LDFിലെ പാർട്ടി അംഗങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും ഇനി കുറച്ചുകൂടി വിയർക്കാൻ പോകുന്ന കാഴ്ചകളും ഇനി എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.